ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചിക്കൻ മോമോസ് റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സ്പൈസി ടൊമാറ്റോ സോസ് കൂടി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ 3 രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷേപ്പിൻ്റെ കാര്യത്തിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊട്ടും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആണ്. എന്ന വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഓയിൽ കൂടി ആഡ് ചെയ്ത് ഒരു ടവൽ വെച്ച് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സ്പൈസി ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അതിനായി ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 4 ഉണക്കമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ടുവരും. അപ്പോൾ വെള്ളമില്ലാതെ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചെടുത്ത് വെച്ച ടൊമാറ്റോ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു തിള വന്നിട്ടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ കഴുകി എടുത്ത് വെച്ച ചിക്കൻ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. ചിക്കൻ നന്നായി പേസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് അരച്ച് വെച്ച് ചിക്കൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഒരു വലിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം കാബേജ്, ഒരു ക്യാരറ്റ്, ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 പിടിയോളം മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നേരത്തെ കുഴച്ചെടുത്ത് വെച്ച മാവ് നമുക്ക് നല്ല നേരിയതായി പരത്തിയെടുക്കാം. നല്ല നേരിയതായി പരത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ടിൽ ഇതുപോലെ നേരിയതായത് ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് പിടിച്ച് അത് പരത്തിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതാവുമ്പോൾ ഒരേ ടൈമിൽ നമുക്ക് ഒരുപാട് ഒരുമിച്ച് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുമിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. പരത്തിയെടുത്ത് ഷീറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ച് പതുക്കെ ഇതുപോലെ സാരീൻ്റെ ഒക്കെ പ്ലീറ്റ് എടുക്കില്ലേ, അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുക്കാം. മുഴുവനായി ഇങ്ങനെ ഞൊറിവെടുത്തതിന് ശേഷം ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. പിന്നെ ഇതുപോലെ ഒരു 5-6 പീസ് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു 2-3 എണ്ണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഇതൊരു 3 ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം ഉണ്ടാക്കിയെടുത്തത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തേത് ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. മൂന്നാമത്തേതും ഓയിൽ ഫ്രൈ തന്നെയാണ്. അത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുള്ള ഓയിൽ ഫ്രൈ. നമ്മൾ ഇതിൽ ഫില്ലിംഗ് ഒക്കെ ആഡ് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുമല്ലോ. ആ പാത്രത്തിലേക്ക് ഇത്തിരി മൈദമാവ് കൂടി നമ്മളൊന്ന് തൂവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ നേരം അത് ഒട്ടിപ്പിടിച്ചിരിക്കും. മുഴുവനായി ഇതുപോലെ 3 ഷേപ്പിലാക്കി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയെ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ക്രിസ്പി ആയതിനു ശേഷം കോരിയെടുത്ത് വെക്കാം. ഇനി നോർമൽ ഓയിൽ ഫ്രൈ കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ ഒരു സ്റ്റീമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നും എടുത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്യേണ്ടി വരും. നല്ല അടിപൊളിയായി കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.